Hello മകളെ, വെൽക്കം ടു Xylem Learning. ഇറ്റ്സ് മീ അക്ഷയ്, നിങ്ങളുടെ ബയോളജി ഫാക്കൽറ്റിയാണ്. ബയോളജി 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്, ആഹാരം അന്നപഥത്തിൽ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്നത് ഫുഡ് ഇൻസൈഡ് സ്റ്റൊമക്ക്, ആഹാരം ആമാശയത്തിൽ. ആഹാരം ആമാശയത്തിലെത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ആമാശയത്തിന്റെ പ്രത്യേകതകൾ, സ്റ്റൊമക്കിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നതാണ് അക്ഷയ് സാറ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മക്കൾ എല്ലാവരും ഈ വീഡിയോ തുടക്കം മുതൽ തന്നെ ഒടുക്കം വരെ കാണാം. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഉറപ്പായിട്ടും ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പൊ മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ എന്ന അക്ഷരത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ആമാശയം ഉള്ളത് മക്കളെ. ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗനാണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്, ആമാശയം എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി മക്കളെ, പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസിന്റെയും വലയപേശിയുടെയും ധർമ്മം എന്താണ്? പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. റോൾ ഓഫ് സർക്കുലാർ മസിൽസ് ആൻഡ് സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക്. അതൊരു ചോദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാം. മക്കളെ, സ്ട്രോങ് പെരിസ്റ്റാൾസിസ്, ശക്തമായ പെരിസ്റ്റാൾസിസ് എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആഹാരത്തെ, നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്ന ആഹാരത്തെ കുഴമ്പു പരുവത്തിലാക്കാൻ, പേസ്റ്റ് ഫോമിലാക്കാൻ മക്കളെ ശ്രദ്ധിക്കണേ, പേസ്റ്റ് ഫോമിലാക്കി മാറ്റാൻ, കുഴമ്പു പരുവത്തിലാക്കി മാറ്റാനാണ് നമ്മുടെ ആമാശയത്തിൽ ഈ ശക്തമായ പെരിസ്റ്റാൾസിസ്, സ്ട്രോങ് പെരിസ്റ്റാൾസിസ് സഹായകരമാവുന്നത് എന്നോർത്ത് വെക്കണം. അതുവഴി ദഹന പ്രക്രിയ കുറച്ചുകൂടി എന്താവും, എളുപ്പമായി മാറുകയും ചെയ്യുന്നു. ഡൈജഷൻ കുറച്ചുകൂടി എന്താവും മക്കളെ, ഈസി ആവുകയും ചെയ്യുന്നു. രണ്ടാമതായി മക്കൾക്ക് എല്ലാവർക്കും കാണാം, ഇവിടെ നോക്കിയ മക്കളെ, ആമാശയത്തിന്റെ അവസാന ഭാഗത്തിടാ, ആമാശയത്തിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ അവസാന ഭാഗത്ത് സർക്കുലാർ മസിൽ അഥവാ വലയ പേശികളെ കാണാൻ പറ്റും, സർക്കുലാർ മസിലുകളെ കാണാൻ പറ്റും. എന്താണ് സർക്കുലാർ മസില്, വലയപേശിയുടെ ധർമ്മം? നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ അവിടെ ദഹനം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡൈജഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡൈജഷന് വേണ്ടി കുറച്ച് സമയത്തേക്ക് ഭക്ഷണം എന്ത് ചെയ്യണം, ആമാശയത്തിൽ തന്നെ നിലനിൽക്കണം, അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യണം. അങ്ങനെ വേണ്ടത്ര സമയം ആഹാരത്തെ ആമാശയത്തിൽ നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് സർക്കുലാർ മസിൽ. ഈ സർക്കുലാർ മസിൽ ഇവിടെ അടഞ്ഞു നിൽക്കുമ്പോഴാണ് ആഹാരം ഇതിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണത്തെ റീറ്റെയിൻ ചെയ്യിക്കാൻ, നമ്മുടെ ആഹാരത്തെ ആമാശയത്തിൽ തന്നെ നിലനിർത്താൻ, വേണ്ടത്ര സമയം നിലനിർത്താൻ, റീറ്റെയിൻ ചെയ്യാൻ സഹായകരമാവുന്ന മസിലുകളാണ് സർക്കുലാർ മസിൽ, വലയപേശികൾ. മക്കളെ, നിർബന്ധമായും ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത ഏറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പം മക്കൾ കൃത്യമായി ഇത് പഠിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പരീക്ഷയിൽ പോകേണ്ടതുണ്ട്. ഓക്കെ, ഇനി ആമാശയത്തിലെ നമ്മുടെ സ്റ്റൊമക്ക് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഈ സ്റ്റൊമക്കിൻ്റെ ഭിത്തിയിൽ, ആമാശയത്തിൻ്റെ ഭിത്തി, സ്റ്റൊമക്കിൻ്റെ വാൾസിൽ മക്കളെ നമുക്ക് സാറ് കാണിക്കുന്ന ഈ സ്റ്റൊമക്കിൻ്റെ വാൾസ്, ആമാശയത്തിൻ്റെ ഭിത്തിയിൽ നമുക്ക് എന്തു കാണുന്നു, ആമാശയ ഗ്രന്ഥി കാണുന്നു, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണുന്നു. മക്കളെ ശ്രദ്ധിക്കണം, സ്റ്റൊമക്കിൻ്റെ വാൾസിലാണ്, സ്റ്റൊമക്കിൻ്റെ വാൾസിൽ ആമാശയ ഭിത്തിയിൽ ആമാശയ ഗ്രന്ഥികൾ കാണുന്നു. ആമാശയ ഗ്രന്ഥികൾ, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് അഥവാ ആമാശയ ഗ്രന്ഥികൾ ഗ്രന്ഥി ആയതുകൊണ്ട്, ഗ്ലാൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലുമായിട്ട് ശ്രവിക്കും. ശരിയല്ലേ? ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ
അയാൾ എന്തെങ്കിലുമായിട്ട് ശ്രവിക്കണം, എന്തെങ്കിലുമായിട്ട് സെക്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആമാശയ ഗ്രന്ഥി ശ്രവിക്കുന്നത് ആമാശയ രസത്തെയാണ് കേട്ടോ. ആമാശയ രസത്തെയാണ് സെക്രീറ്റ് ചെയ്യുക. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇനി ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ അഥവാ നമ്മുടെ ആമാശയ രസത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നോക്കിയേ. പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം, രാസാഗ്നി പെപ്സിൻ. രണ്ടാമത് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുന്ന മറ്റൊരു എൻസൈം, മറ്റൊരു രാസാഗ്നിയാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. പിന്നെന്താണ് അടങ്ങിയിരിക്കുന്നത്? ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നീട് എന്താ അടങ്ങിയിട്ടുള്ളത് മക്കളെ? മ്യൂക്കസ്, വഴുവഴുപ്പുള്ള ഒരു തരം സ്രവമാണ്, സെക്രീഷനാണ് മ്യൂക്കസ്. മ്യൂക്കസ് ശ്ലേഷ്മം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. പെപ്സിൻ ഉണ്ട്, ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട് കുട്ടികളെ? മ്യൂക്കസ് അഥവാ ശ്ലേഷ്മമുണ്ട് എന്നോർത്ത് വെക്കുക. മക്കളെ, പെപ്സിൻ എന്ന് പറയുന്ന നമ്മുടെ രാസാഗ്നി, പെപ്സിൻ എന്ന് പറയുന്ന നമ്മുടെ എൻസൈം പ്രോട്ടീനിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ്, എൻസൈമാണ്. ശ്രദ്ധിക്കണം, പെപ്സിൻ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. എല്ലാം പായാണ്. പെപ്സിൻ പ്രോട്ടീനാണ്. പെപ്സിൻ പ്രോട്ടീനിനെ, അതും പാർഷ്യലിയാണ്. പാർഷ്യലി എന്ന് വെച്ചാൽ ഭാഗികമായിട്ട് ദഹിപ്പിക്കും. മക്കളെ ശ്രദ്ധിക്കുക, പ്രോട്ടീനിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് ഭാഗികമായിട്ട് എന്ത് ചെയ്യും? പെപ്റ്റോണുകളാക്കി മാറ്റും. ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു മാക്രോ മോളിക്യൂളാണ്, വലിയ മോളിക്യൂളാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെപ്റ്റോൺ ആക്കി, അതും ഭാഗികമായിട്ട് പാർഷ്യലി കൺവേർഷനാണ്. എന്താക്കി മാറ്റി? പ്രോട്ടീനിനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സിനാണ്. അവിടെ നോക്കിയേ, പെപ്സിൻ പി ആണ്, പ്രോട്ടീൻ പി ആണ്, പെപ്റ്റോണും പി ആണ്, പാർഷ്യലി അതും പി ആണ്. അപ്പോൾ എല്ലാം പി ആണ് അവിടെ വരുന്നത്. പാർഷ്യലി ആണെന്ന് ഓർത്ത് വെക്കണം. ബാക്കി പ്രോട്ടീൻ്റെ ഡൈജഷൻ ഇനി അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ ഡൈജഷൻ തുടങ്ങി. പ്രോട്ടീനിനെ ഭാഗികമായി പാർഷ്യലി എന്താക്കി മാറ്റി? പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് കൊഴുപ്പാണ്, ഫാറ്റാണ് കേട്ടോ. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് കൊഴുപ്പ് അഥവാ ഫാറ്റാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം കൊഴുപ്പ്, ഫാറ്റ്. ലിപ്പേസ് എന്ന് കേട്ടാൽ ഫാറ്റ്. അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷൻ ചെറുതായി ആരംഭിച്ചു നമ്മുടെ ആമാശയത്തിൽ. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന എൻസൈം. അടുത്തതായി HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് നമ്മുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിലുണ്ട്. ഭക്ഷണത്തിലൂടെയും മറ്റുമായി കടന്നു വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ, ജേംസിനെ നശിപ്പിക്കാൻ കൊല്ലുവാൻ സഹായകരമാവുന്ന ആസിഡാണ് HCl. നമുക്കറിയാം, നമ്മുടെ ഉമിനീരിൽ സലൈവറി ലൈസോസൈം എന്നൊരു എൻസൈം ഉണ്ട്. അപ്പോൾ വായക്കകത്ത് വെച്ച് അണുനാശകം അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അണുനാശക സ്വഭാവമുള്ള ഒരു രാസാഗ്നി എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചില രോഗാണുക്കൾ നമ്മൾ വിഴുങ്ങിയത് നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ എന്ത് ചെയ്യും? ആമാശയത്തിലേക്ക്, സ്റ്റൊമക്കിലേക്ക് എത്തും. അപ്പോൾ സ്റ്റൊമക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ ആര് മതിയാവും? HCl മതിയാവും. മാത്രമല്ല ഇതൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ ഒരു അസിഡിക് മീഡിയം നമ്മുടെ ആമാശയത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ആ അസിഡിക് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു രാസാഗ്നികൾ, പെപ്സിൻ പോലുള്ള എൻസൈമുകൾക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായ ഒരു pH, ദഹനത്തിന് സഹായിക്കുന്ന കൃത്യമായ ഒരു pH ക്രമീകരിക്കുന്നതും ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുന്നതും HClൻ്റെ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു ധർമ്മമാണ്, ഫങ്ഷനാണ് എന്ന് ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? ആണ്. അവസാനമായി പറയുന്നത് മ്യൂക്കസാണ്, ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയ ഭിത്തിയെ, നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ വാള്, ആമാശയ ഭിത്തിയെ ആമാശയ രസത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ എഫക്റ്റ്, നമുക്കറിയാം ഗ്യാസ്ട്രിക് ജ്യൂസിൽ HCl ഒക്കെ ഉണ്ട് അല്ല കുട്ടികളെ? അപ്പോൾ ആ സ്റ്റൊമക്കിൻ്റെ വാളിനെ ഈ ആസിഡിൻ്റെ അറ്റാക്കിൽ നിന്ന് ഒക്കെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്കെന്തുള്ളത്? മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം അവിടെ ഉള്ളത്. അപ്പോൾ മക്കളെ, കൃത്യമായിട്ട് പരീക്ഷയിൽ പോകുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ പോകണം.
മക്കളെ കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ ഈ പോയിന്റുകളൊക്കെ. അപ്പോൾ ഇത്രയാണ് അക്ഷയ് സാറിന് പറയാനുള്ളത്. അക്ഷയ് സാറ് ഡിസ്കസ് ചെയ്തത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അക്ഷയ് സാറ് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വലിയ മൂല്യമുണ്ട് പരീക്ഷയിൽ. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ, ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ലൈവ് സെഷൻസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അക്ഷയ്. ബൈ.